അറിയോ കുറച്ച് നേരത്തെ ആ ഒരു ബിൽഡിങ് ഒരു ബിൽഡിങ് നമുക്ക് കാണുന്നില്ലായിരുന്നല്ലോ. ആ ബിൽഡിങ് ഒന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പത്തേക്ക് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വാഗമൺ ട്രിപ്പിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്ന വരെയുള്ള ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൂന്നാറിൽ നിന്നും ഇടുക്കി വഴി വാഗമണിലേക്ക് എത്തുന്ന വരെയുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എത്തിക്കഴിഞ്ഞ ശേഷമുള്ള ബാക്കിയുള്ള കാര്യങ്ങളും 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ യൂട്യൂബിൽ പുതിയൊരു സംഭവം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അറിയാത്തവരാണെങ്കിലും അറിഞ്ഞവരാണെങ്കിലും ഒന്ന് ഈ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് സെക്ഷൻ്റെ ആ സൈഡിലായിട്ട് ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ബാക്കി കാണാം. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ഒന്ന് പോയി കണ്ടോട്ടോ. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്കൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത്ര ക്ലിയറിലൊക്കെ തന്നെ എൻ്റെ ഫോണിലൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് പൈസയൊക്കെ ആയിട്ട് വേണം ഫോണൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴി തന്നെ ഇത്രയും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ വാഗമണ്ണിൽ എത്തുന്ന മുന്നേ തന്നെ നമുക്ക് കോടയും മഞ്ഞും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, ഒന്നും പറയാനില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറിനെ കാട്ടി കുറച്ചും കൂടെ തണുപ്പ് കൂടുതൽ ഇവിടെ ആയിരുന്നു എന്ന് എനിക്കൊരു സംശയം. അതുപോലെ തന്നെ വെതറും ഇവിടെ ആയിരുന്നു കുറച്ച് കുറവായിട്ടുണ്ടായിരുന്നു. കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഗ്രി കുറവ്, അപ്പോഴല്ലേ നമുക്ക് തണുപ്പ് കൂടാ അങ്ങനെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കോട. ഈ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയാണ് കേട്ടോ സമയം, 12:45 ആയിട്ടുള്ളൂ. ആ സമയത്താണ് ഈ ഒരു അവസ്ഥ ഉള്ളത്. നമ്മളിതാ ഈ ഒരു വീട്ടിലായിരുന്നു റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ ഹോം സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഫാമിലി ആയിട്ട് താമസിക്കേണ്ടവർക്ക് താമസിക്കാം, കപ്പിൾസ് അതുപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കും അങ്ങനെയുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മളവിടെ എത്തി. അപ്പം തന്നെ ഞങ്ങൾ റൂമിൽ സാധനം വെച്ച് പെട്ടെന്ന് തന്നെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടോ. കാരണം അവിടെ അടുത്തടുത്താണല്ലോ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്ന വഴിയിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വാഗമൺ ടച്ച് ചെയ്തിട്ടാണ് അതിലെ വരുമ്പോൾ വാഗമണ്ണിൽ കൂടെ നമ്മൾ കട്ടപ്പന അങ്ങനെ കയറിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വഴിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ട് തന്നെ കുറേ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. മൊട്ടക്കുന്നിൽ അതുപോലെ തന്നെ നല്ല കാറ്റ് എപ്പോഴും ഉണ്ടാവും, പക്ഷെ നല്ല തണുപ്പും ഒക്കെ കൂടെ ആയപ്പോൾ അടിപൊളി ക്ലൈമറ്റ് ആണ്, ഒന്നും പറയാനില്ല. പോയിട്ടുള്ളവരൊന്ന് പറയുക, ഇനിയിപ്പോൾ ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിക്കോളൂ. അപ്പോൾ നല്ല ക്ലൈമറ്റും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് മഴ ഇപ്പോൾ കുറച്ചും കൂടെ കൂടുതലായിരിക്കും തോന്നും കേട്ടോ. ഞങ്ങൾ പോയ സമയത്ത് മഴ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഇപ്പോൾ എന്തായാലും പോയി വന്നിട്ട് ഒരു 2 ആഴ്ച ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ചും കൂടെ ലോങ് ആക്കി ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാലൊഴുകുംപാറ വാട്ടർഫോൾസ്, അതായത് ഇപ്പോൾ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന വാഗമണ്ണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ, 6 കിലോമീറ്ററോ അങ്ങനെ എന്തോ, വാഗമണ്ണിൽ നിന്നാണോ മൊട്ടക്കുന്നാണോ അത്രയൊക്കെ ഉള്ളൂ, 3 അങ്ങനെ എന്തോ ഒരു കുറച്ച് കിലോമീറ്ററേ ഉള്ളൂ. അവിടെ ഒരു പാലൊഴുകുംപാറ എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ട്. ഇപ്പം ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വാട്ടർഫോൾസ്. നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന സമയത്ത് അത് അത്ര അങ്ങോട്ട് ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല. ആ സമയത്ത് ആയിരുന്നില്ല. ഇപ്പോൾ കുറേ ചെക്കന്മാരെ വീഡിയോസൊക്കെ അവിടെ ഇറങ്ങിയിട്ടൊക്കെ കാണുന്നുണ്ട്. അതിനെപ്പറ്റി എനിക്കറിയില്ല. ഇനിയിപ്പം വാഗമണ്ണിൽ പോകുന്നവർ, അവിടെ പോകണം താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഈ ഒരു വാട്ടർഫോൾസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തൊരു വീഡിയോയിൽ ആ വാട്ടർഫോൾസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാം. വെറുതെ എത്ര ലോങ് ആക്കി ചെയ്തിട്ട് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അടുത്ത വീഡിയോയിൽ അത് ഉൾക്കൊള്ളിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ആ ഒരു വീഡിയോ ഇടുമ്പോൾ അതൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ചേച്ചി വെച്ചെടുത്തോ, അവിടെ വെച്ചോ, അങ്ങനെ അവിടെ ഇവിടെ വെച്ചോ. കോടെല്ലാം പോയാലോ അങ്ങോട്ടൊക്കെ.
വേണ്ട വേണ്ട നനക്കല്ലേ കൈയും കാലം കഴിയാതെ. അവിടെ ആൾക്കാരുണ്ട് കാണാം. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് അടിപൊളി കഞ്ഞിയും അച്ചാറൊക്കെ കിട്ടുന്ന ഒരു കട കിട്ടിയിട്ടോ. അപ്പം അച്ചൂട്ട മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കഞ്ഞി കണ്ടപ്പം അവന് വാങ്ങിക്കൊടുക്കാമല്ലോ എന്ന് ആലോചിച്ചു. അവൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ കഞ്ഞി. അപ്പോൾ എന്തായാലും കഞ്ഞി കിട്ടുമ്പോൾ അവൻ കഴിച്ചോളല്ലോ എന്ന് ഓർത്താണ് നമ്മൾ കഞ്ഞി വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ചമ്മന്തിയും അച്ചാറും എന്തോ പയറ് കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് നമ്മൾ നേരെ തിരിച്ചു വന്നു. എനിക്ക് ഞങ്ങൾ മൂന്നാർ പോയത് വെള്ളിയാഴ്ചയും ഇത് ശനിയാഴ്ച ആയതുകൊണ്ട് ഞായറാഴ്ച അങ്ങനെ വരുന്നു കേട്ടോ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഹോളിഡേ ആയതുകൊണ്ട് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ വാഗമണ്ണ് പോയ സമയത്ത് മൂന്നാറിലേക്ക് എനിക്ക് തോന്നുന്നത് ഞങ്ങൾ പോയെന്ന് അത്ര തിരക്കിലായിരുന്നു. ചിലപ്പം വർക്കിംഗ് ഡേയ്സ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറേ റൂമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയി കുറേ റൂമുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 3 നിലയായിട്ടുള്ള വീടാണ്. നമ്മൾ ഇന്ന് റൂമിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഹോം സ്റ്റേയിലൊക്കെ ആണെങ്കിൽ ക്യാമ്പ് ഫയറും ഡാൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും, പക്ഷെ ഞങ്ങൾ 3 പേരും എന്ത് ക്യാമ്പ് ഫയർ നടത്താനാണ്. അയ്യോ, കുറച്ച് നേരത്തെ ആ ഒരു ബിൽഡിങ് നമുക്ക് കാണുന്നില്ലായിരുന്നല്ലോ. ആ ബിൽഡിങ് ഒന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോഴത്തേക്ക് പക്ഷെ നല്ലോണം കാണുന്നുണ്ടോ. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് പിന്നെയും മഞ്ഞ് തന്നെയാണ്. മഴയും ചാറുന്നുണ്ട് കേട്ടോ. അയ്യോ, നമ്മളെങ്ങനെ പോകും? കൂട്ടിട്ട് പോകണം. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല. മഴ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മഴയില്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് അടിപൊളി ആയേനേന്ന് തോന്നുന്നു. ഇവിടെ എന്തോ ഒരു പണി തീരാത്ത ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇന്നലെ രാത്രി അത് അവിടെ ആയിരുന്നു കേട്ടോ ക്യാമ്പ് ഫയർ ഉണ്ടായത്. കണ്ടോ, അവിടെ ക്യാമ്പ് ഫയർ ഒക്കെ ഉണ്ടായിരുന്നു. ഫുള്ള് റൂംസേ ഉള്ളൂ, പിന്നെ പറയണ്ടല്ലോ. ഇവിടെയാണ് ഈ സമയത്ത് മൂന്നാറിനെയും കാട്ടി തണുപ്പുള്ളത്. കാരണം മൂന്നാറിൽ രാത്രി ഞാൻ ഫുള്ളായിട്ടുള്ള എത്രയുണ്ട് വെതർ നോക്കിയ സമയത്ത് 19 വരെ എത്തിയിട്ടുള്ളൂ. പക്ഷേ ഇവിടെ 16 വരെയാണ് എത്തുന്നത്. 16 വരെ ഉണ്ടായിരുന്നു ഇന്നലെ രാത്രി ഞാൻ നോക്കുന്ന സമയത്ത്. ഇങ്ങനെ ഓരോ സമയം ഉണ്ടാവില്ല, 2 മണി 3 മണി രാവിലെ 5 മണി അങ്ങനെ. പക്ഷേ മൂന്നാർ നോക്കുമ്പോൾ അത് ലാസ്റ്റ് എത്തിയത് 19 ഇവിടെ നോക്കുമ്പോൾ ഒരു 3 ഡിഗ്രിയും കൂടി കുറവാണ് കേട്ടോ. ഇപ്പം ഇന്നിവിടെ 3 ഡിഗ്രിയും കൂടി കുറയുന്ന കാണിക്കുന്നത്. അപ്പം 16 ഇപ്പം 17 ഉണ്ട് കേട്ടോ. രാവിലെ 17 ഡിഗ്രി ഉണ്ട്. അപ്പോൾ 3 ഡിഗ്രിയും കൂടി കുറഞ്ഞാൽ 14 ഡിഗ്രി കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. അത്യാവശ്യമല്ല, നല്ല തണുപ്പുണ്ട്. പിന്നെ നമുക്ക് ഈ റൂമിനകത്ത് എന്തായാലും വലിയ തണുപ്പില്ല കേട്ടോ. അപ്പോൾ ഇന്നലത്തെ പക്ഷേ മൂന്നാറിലത്തെ റൂമിൽ നല്ല തണുപ്പായിരുന്നു. ഈ റൂമിൽ വലിയ തണുപ്പൊന്നുമില്ല അങ്ങനെ. അപ്പോൾ നമുക്കിനി 9 മണിയാകുമ്പോഴത്തേനും എല്ലാ സ്ഥലവും തുറക്കുകയുള്ളൂ. തുറന്നു കഴിഞ്ഞ് കണ്ടിട്ട് വേണം ഇന്ന് നമുക്ക് തിരിച്ചു പോകാൻ. പോകണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല, പിന്നെ പോകണ്ടേ, അതുകൊണ്ട്. പക്ഷെ ഇവിടെ നല്ല സുഖമാണ് കേട്ടോ. നമ്മളെ നാടിനെ അപേക്ഷിക്കുമ്പോൾ എനിക്ക് ഇവിടെയാണ് ഇഷ്ടപ്പെട്ടത്. ആ ബിൽഡിംഗ് ഒന്നും തീരെ കാണുന്നില്ലല്ലോ ഇപ്പോൾ. എന്താ തോന്നുന്നത്? കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്നായിരിക്കുന്നത്. പക്ഷെ ഒരു മിനിറ്റേ, ഇപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ചെവി ഓർത്താല് സൗണ്ട് കേൾക്കാം.